എല്ലാവർക്കും നമസ്കാരം. BRS വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അത് എല്ലാവരും കേട്ട് കാണും എന്ന് കരുതട്ടെ. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം, വളരെ കഴമ്പുള്ളൊരു പ്രസംഗമാണ് ഇന്നലെ പാർലമെന്റിൽ നടത്തിയത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ, ദേശീയ ജനാധിപത്യ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിക്ക് കാരണമായിട്ടുള്ള നടപടികളെക്കുറിച്ചെല്ലാം സവിസ്തരം അദ്ദേഹം അവിടെ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അത് അക്കമിട്ട് അതിന് ഉദാഹരണ സഹിതമുള്ള കാരണങ്ങളാണ് അദ്ദേഹം അവിടെ വിവരിച്ചത്. കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവിനെ നിയമിക്കാതെയും നടത്തിയ കേന്ദ്രത്തിൻ്റെ ധിക്കാരപരമായ തീരുമാനങ്ങൾക്കെതിരായിട്ടുള്ളൊരു ജനവിധി കൂടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ വന്നിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നടപ്പാക്കിയ പദ്ധതികളെല്ലാം ജനവികാരങ്ങൾക്ക് എതിരായിട്ടുള്ള ജനവിരുദ്ധ പ്രവർത്തനങ്ങളായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് അഗ്നിവീർ പദ്ധതി ആയിരുന്നാലും GST ആയിരുന്നാലും കഴിഞ്ഞ ടേമിലുണ്ടായ നോട്ട് നിരോധനമായാലും ഒപ്പം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒന്നായിരുന്നില്ല. അവരുടെ താല്പര്യങ്ങളുമായി താദാത്മ്യം പ്രാപിച്ചു പോകുന്ന ഒന്നായിരുന്നില്ല. അത് തന്നെയായിരുന്നു ഈ 2 ടേമിലും നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഒരു ഉദ്ദേശിച്ച ഫലം ഉണ്ടാകാതെ പോയത് എന്നതാണ് യാഥാർത്ഥ്യം. മന്ത്രാലയങ്ങളെല്ലാം തികച്ച പരാജയമായിരുന്നു. ആ പരാജയത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ ഗവൺമെൻറ് വരേണ്ടിയിരുന്നതെങ്കിൽ അതിനുള്ള ഒരു സാവകാശം കേവല ഭൂരിപക്ഷത്തിലൂടെ നൽകാൻ ജനങ്ങൾ തയ്യാറാകാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ സേന എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന, രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അതിൻ്റെ അതിർവരമ്പുകളെ സംരക്ഷിക്കുന്ന ഒരു സൈനിക വിന്യാസമാണ്. അതിൽ സേവനത്തിന് ശേഷം പെൻഷൻ പറ്റുന്ന ആളുകൾക്ക്, പിരിയുന്ന ആളുകൾക്ക് പെൻഷനും മറ്റു ഒട്ടനവധി ആനുകൂല്യങ്ങളും അവരുടെ കുടുംബങ്ങൾക്കും ആനുകൂല്യങ്ങളും നൽകുന്ന ഒരു പാരമ്പര്യമായിട്ടുള്ളൊരവസ്ഥ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് അഗ്നിവീർ പദ്ധതി വന്നതോടുകൂടി സർവീസിൻ്റെ കാലാവധി, താൽക്കാലിക നിയമനം, ഇങ്ങനെ 4 വർഷത്തേക്കുള്ള കാലാവധിയിലെ നിയമനവും താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ഒരു സേവന കാലാവധിയും എല്ലാം വന്നപ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധി തന്നെ തകിടം മറിയുന്ന രീതിയിലായി. രാജ്യത്ത് വിലക്കയറ്റം ശക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ ആഹാരം പാചകം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയായി മാറി. ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഗ്യാസിനുണ്ടായ വർധനവ് 450 രൂപയിൽ നിന്നും 1000 രൂപയ്ക്ക് അടുപ്പിച്ച് ഗ്യാസിൻ്റെ വില വർധനവുണ്ടായപ്പോൾ അത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് വർദ്ധിപ്പിച്ചു. കേന്ദ്രം ഉജ്ജ്വൽ യോജനയോട് നൽകിയ ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാത്ത കോടിക്കണക്കിന് ഉപഭോക്താക്കൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് എന്ന് യാഥാർത്ഥ്യബോധം കൂടി ഇവിടെ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ആ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തപ്പോൾ അവർക്ക് അതിൻ്റെ തുക യഥാസമയം നൽകിയില്ല എന്നുള്ളത് ഒരു വിഷയമായി വന്നു. ഒപ്പം ആ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർക്ക് പങ്കാളിത്തമില്ലാത്ത അവസ്ഥ വന്നു. അവിടെ ഉദ്ഘാടനത്തിനും മറ്റു കാര്യങ്ങൾക്കും പ്രവേശനമില്ലാത്ത അവസ്ഥ. അവ സ്വാഭാവികമായിട്ടും ഒരു
സംവിധാനം നിലവിൽ വരുമ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കേണ്ടിരുന്ന തദ്ദേശവാസികൾക്ക് ആ സംവിധാനം കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ് രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ അവിടെ ഉണ്ടായത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫൈസാബാദ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും സമാജ്വാദി പാർട്ടിയുടെ ഒരു MP ജയിച്ചു വന്നത് എന്നുള്ള കാര്യം പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. ഒപ്പം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ നിമിത്തം ഇന്ത്യയിൽ പൂട്ടിപ്പോയ ചെറുകിട കമ്പനികളുടെ കാര്യം, അതിനെക്കുറിച്ചെല്ലാം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുകയുണ്ടായി. ഇതിനൊന്നും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു തക്കതായ മറുപടി പറയാനില്ലാത്ത ഭരണപക്ഷം അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അത് ഹിന്ദു എന്ന പേര് സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ പോലും ഉപയോഗിക്കാൻ മടി കാണിച്ച ആളുകൾക്ക് വളരെയധികം വേദന ഉളവാക്കുന്നതായി എന്ന് ആണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവിടെ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം സകല മതവിഭാഗങ്ങളുടെയും ആരാധനാമൂർത്തികളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി എല്ലാ മതങ്ങളുടെയും വീക്ഷണങ്ങളെക്കുറിച്ചും പൊതുധാരയെക്കുറിച്ചും ചിന്താധാരയെക്കുറിച്ചും എല്ലാം അവിടെ വിശദീകരിച്ചു. അദ്ദേഹം ഒരു മതത്തെയും ആക്ഷേപിച്ചിട്ടില്ല. ഹിന്ദു മതത്തെയോ ഇസ്ലാം മതത്തെയോ ക്രിസ്ത്യൻ മതത്തെയോ ബുദ്ധമതത്തെയോ ജൈനമതത്തെയോ ഒരു മതത്തെയും അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പ്രവാചകന്മാരെയും ഒരു മതത്തെയും ഒരു മതവിഭാഗത്തെയും ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ വർഗീയപരമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയം തിരിച്ചുവിടുന്നതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് നീറ്റ് പോലുള്ള അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ നടന്ന ക്രമക്കേടുകൾ, ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടക്കുന്നത് വിമാനത്താവളങ്ങളുടെ മേൽക്കൂരകൾ തകർന്നു, അല്ലെങ്കിൽ അവിടുത്തെ താൽക്കാലികമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതെല്ലാം തകർന്നു. അപ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി വ്യോമയാന മേഖലയിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയാണ് ഈ രാജ്കോട്ടിലായാലും ഡൽഹിയിലായാലും മറ്റു വിമാനത്താവളങ്ങളിലായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തകർച്ചകൾ വെളിയിൽ കൊണ്ടുവരുന്നത്. ഒപ്പം നമുക്കറിയാം, ബീഹാറിൽ പാലങ്ങൾ തകർന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 10 വർഷത്തെ ഭരണം, ആ ഭരണത്തിലൂടെ ഉണ്ടായ നേട്ടങ്ങൾ എല്ലാം കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷം പാർലമെന്റിൽ നിശബ്ദമായിരുന്ന് അവരുടെ പ്രാതിനിധ്യത്തിന്റെ കുറവ് നിമിത്തം അവരുടെ ശബ്ദം പുറത്തു വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അടിച്ചമർത്തലിന് വിധേയമായിരുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് ആ 10 വർഷവും കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നതും അധികാരം കൈയാളി മുന്നോട്ട് പോകാൻ കഴിഞ്ഞതും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന ഭരണപക്ഷത്തിന്റെ വേവലാതിയും ആ ഒരു ഉത്കണ്ഠയും പുറത്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് കഴിഞ്ഞ 10 വർഷവും അവിടെ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം കുറവായതുകൊണ്ട് കേന്ദ്രം നടത്തിയ ഇടപെടലുകൾ സുതാര്യത നിറഞ്ഞതായിരുന്നില്ല എന്നുള്ളതും ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം 100% വാസ്തവമേറിയതായിരിക്കുമെന്നുമാണ് ഇപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർ ചിന്തിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ മറ്റ് MP-മാരുടെയും കക്ഷി നേതാക്കന്മാരുടെയും ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്ത ജനങ്ങളുടെയും ഒരുപക്ഷെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്ത വോട്ടർമാരുടെ പോലും ചിന്തകളിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഇപ്പോൾ നടന്നു വരുന്ന സംഭവ വികാസങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം ഉയർത്താൻ വേണ്ടി പര്യാപ്തമായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇന്നലെ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ തടസ്സപ്പെടുത്താനോ അതിനെ അപലപിക്കാനോ അതിനെതിരായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു എതിർവാക്കുച്ചരിക്കാനോ
ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾ ആരും മുന്നോട്ട് വരാതിരുന്നത്. പാർലമെന്റിൽ പ്രധാനമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായി എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള കഴമ്പ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ അരങ്ങേറ്റം അതിഗംഭീരമായിരിക്കുന്നു എന്ന കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ ഗാംഭീര്യം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും BJPയുടെയും അടിത്തറ ഇളക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കത്തിനും വകയില്ല. കാരണം ഇപ്പോൾ നടന്നു വരുന്ന ഈ കോലാഹലങ്ങളെല്ലാം ഏതാനും ദിവസങ്ങൾക്കകം അവസാനിക്കും. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി ഉന്നയിച്ച നീറ്റ് വിവാദവും അഗ്നിവീർ സംബന്ധിച്ചുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ കർഷകരുടെ ആത്മഹത്യയ്ക്കും കർഷകരുടെ കൊലപാതകത്തിനും ഇടയാക്കിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാത്തത് സംബന്ധിച്ചുള്ളതും ഈ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ജീവനക്കാരുടേതായിട്ടുള്ള അവരെ ബാധിക്കുന്ന വൈദ്യുതി നിയമ ഭേദഗതി ബിൽ അത് പിൻവലിക്കാത്തതിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ മറ്റു വലിയ വിഷയങ്ങളിലും ഈ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ, അഗ്നിവീർ പദ്ധതിയിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചതിലൂടെ ഉണ്ടാക്കിയ വിഷയങ്ങൾ, ഇതെല്ലാ കാര്യങ്ങളും, അതുപോലെ ഇവിടുത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് കഴിയാതെ പോയത് സംബന്ധിച്ചും, ഒപ്പം ഗ്യാസിന്റെ വില വർധനവ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാഞ്ഞ സാഹചര്യത്തെ സംബന്ധിച്ചും എല്ലാം സുദീർഘമായിട്ടുള്ള ചർച്ചകൾ ഇനി വരുന്ന നാളുകളിൽ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അതിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള സമയം മാത്രമേ ഇനി 5 വർഷക്കാലം തികയ്ക്കാൻ കഴിയുമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനുണ്ടാവൂ. അതല്ലാത്ത പക്ഷം ഒരു ഏതാനും മാസങ്ങൾക്കകം ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ് ഈ മഹാരാഷ്ട്രയിലെയും ഒപ്പം ഹരിയാനയിലെയും അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം, അതിന്റെ ജനവിധിക്ക് ശേഷം തകരുന്നൊരു കാഴ്ചയ്ക്ക് നമ്മൾ കാഴ്ചക്കാരായി കാണേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒരിക്കലും നമ്മുടെ ഒരു ഊഹാപോഹമല്ല. കാരണം ഈ ഗവൺമെന്റിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി അതിന്റെ ഘടകകക്ഷികൾ പോലും തയ്യാറാക്കാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ ഇന്നലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സുതാര്യമല്ലായിരുന്നു എന്നത് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യബോധം കൂടി ഈ നാട്ടിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല.